ഹലോ ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു ആ ന്യൂ സെഷൻ. അപ്പോൾ എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ക്ലാസ് കഴിഞ്ഞാലേ എൻ്റെ റിവിഷൻ ടൈം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇനി സ്റ്റഡി ടൈമായിട്ട് കാണുകയാണെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. എൻ്റെ റിവിഷൻ ടൈമാണ്. നിങ്ങൾ എന്താണോ പഠിച്ചത് റിവൈസ് ചെയ്യുന്ന ടൈമാണ്. പുതിയതായിട്ട് ഒന്നും പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ. അപ്പോൾ അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് എങ്ങനെ ഹെൽത്തൊക്കെ എങ്ങനെ നല്ല സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകിപ്പിക്കാൻ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ CA ഫൗണ്ടേഷനിൽ അവസാന ലോന്റെ അവസാനത്തെ ചാപ്റ്ററാണ്. എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് 1881 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടിയില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ട് വൈകി വേണം ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവാം. മീൻസ് എന്താണ് മീനിങ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ കണ്ട് കാണും. എന്താണ് ക്വസ്റ്റ്യൻ കണ്ട് കാണും? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കി എഴുതിയിട്ടില്ലേ? എല്ലാവരും എഴുതി നോക്കിയില്ലേ? ഓക്കെ. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ വരുന്നത്? ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ഈ കഴിഞ്ഞ മെയ് അറ്റംപ്റ്റിൽ 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഈ തൊട്ട മെയ് 25 അറ്റംപ്റ്റിൽ CA ഫൗണ്ടേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ. അത് ക്വസ്റ്റ്യൻ നമ്പർ 6 സബ് ക്വസ്റ്റ്യൻ നമ്പർ A ആണ് ഇത്. ഓക്കെ. ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്ന്. ഓക്കെ. എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ? റാം പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് കാർ ഫ്രം ഹിസ് ഫ്രണ്ട് ഫോർ 5 lakh ഓൺ 10th November. അപ്പോൾ ഇതിൻ്റെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? റാമുണ്ട്, റോഹനുണ്ട്. ഓക്കെ. അപ്പോൾ റാം എന്ത് ചെയ്തു? റോഹന്റെ കാറ് വാങ്ങി. എത്രയാണ് കാറിന്റെ കോസ്റ്റ് വരുന്നത്? 5 lakh rupees. ഓക്കെ. ഹി പെയ്ഡ് 4 lakh ഇമ്മീഡിയറ്റ്ലി ആൻഡ് പ്രോമിസ് ടു പേ 1 lakh വിത്തിൻ എ ഇയർ. അപ്പോൾ ആൾ എന്ത് ചെയ്തു? 4 lakh ഓൾറെഡി പേ ചെയ്തു. ബാലൻസ് എന്ത് ചെയ്യുന്ന 1 lakh വിത്തിൻ എൻ ഇയർ ആൾ പേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? 10th November 2022 നടക്കുന്നത്. അപ്പോൾ 10th November 2023 ആകുമ്പോഴത്തേക്ക് പേ ചെയ്യാം. അതായത് പീരീഡ് വരുന്നത് 1 year ആണ്. അതായത് ടിൽ 10th November 2023. ഓക്കെ. ബട്ട് ഹി കുഡ് നോട്ട് പേ ദ റിമൈനിങ് എമൗണ്ട് ടിൽ December 23. അപ്പം December 23, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് 1 മാസമായിട്ടും ആൾക്ക് എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ. ഓൺ 5th January റാം റിസീവ്ഡ് ആൻ ഇൻവിറ്റേഷൻ ഫോർ റോഹൻസ് വെഡിങ് വിച്ച് ഹി കുഡ് നോട്ട് അറ്റൻഡ് ബട്ട് സെൻഡ് എ ചെക്ക് ഓഫ് 51,000 ആസ് എ ഗിഫ്റ്റ്. അപ്പം എന്ത് ചെയ്തു? 5th January 2024 എന്ത് ചെയ്യുന്ന റാമിന് എന്ത് ചെയ്തു? റോഹന്റെ ഒരു വെഡിങ് ലെറ്റർ, അതായത് ആരുടെ നിന്നാണോ ഈ കാറ് വാങ്ങിയത് ആളുടെ വെഡിങ് ഇൻവിറ്റേഷൻ കിട്ടി. പക്ഷെ ഇയാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, പോകാൻ പറ്റിയില്ല. നമുക്ക് തന്നെ ഉണ്ടായില്ല, നമുക്ക് കടം വാങ്ങിക്കഴിഞ്ഞാൽ ആയിരുന്നു വാങ്ങിക്കാൻ ആളുടെ വീട്ടിൽ നിന്ന് ഫംഗ്ഷൻ പോകാനൊരു മടിയാണ്. ബിക്കോസ് ചോദിച്ചാൽ കടത്തിന്റെ കാര്യം ചോദിച്ചാൽ എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ ആൾ എന്ത് ചെയ്തു? പോകുന്നതിന് പകരം ഇയാൾ എന്ത് ചെയ്തു? സെൻഡ് എ ചെക്ക് 50,000 ആസ് എ ഗിഫ്റ്റ് ബൈ പോസ്റ്റ്. പോസ്റ്റ് വഴി എന്ത് ചെയ്തു? ഒരു ഗിഫ്റ്റ് അയച്ചു. എത്ര? ഒരു ചെക്ക് 51,000 ഒരു ചെക്ക് അയച്ചു. ഓക്കെ. When Rohan deposited the check, it was returned unpaid due to insufficient balance in the account of Ram. സാധാരണ ചെക്ക് കിട്ടിയപ്പോൾ റാം എന്ത് ചെയ്തു? റോഹൻ എന്ത് ചെയ്തു? ചെക്ക് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ബാങ്കുകാർ പറഞ്ഞു, മോനെ ഇതിനകത്ത് പൈസ ഒന്നുമില്ല. ഈ അൺപെയ്ഡ് ചെക്ക് റിട്ടേൺ വന്നു ചോദിച്ചാരാ പറഞ്ഞു, ഇതിനകത്ത് പൈസ ഇല്ല. ഓക്കെ. റോഹൻ കൺസിഡർ ഇറ്റ് ആസ് എൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അപ്പോൾ ആളെന്താ പറഞ്ഞ്? റോഹൻ കൺസിഡർ സെക്ഷൻ 138 പ്രകാരം ഇതൊരു ഒഫൻസ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വെദർ റാം വുഡ് ബി ഹെൽഡ് ലയബിൾ ഫോർ ഹിസ് ഓണർ ഓഫ് ചെക്ക്. ഈ റാം, അതായത് ആരാണ് ചെക്ക് കൊടുത്തത്, ആള് ലയബിൾ ആകുമോ? വെദർ റോഹൻ വാസ് ജസ്റ്റിഫൈഡ് ഇൻ കൺസിഡറിംഗ് ദാറ്റ് ഇസ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. പറഞ്ഞ പോലെ സെക്ഷൻ 138 പ്രകാരം ഇത് ഒഫൻസ് ആണ് എന്ന് പറഞ്ഞതിൽ റോഹന്റെ ഭാഗത്ത് ന്യായമാണോ? മീൻസ് ആള് പറഞ്ഞത് ശരിയാണോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റാം റോഹന്റെ അടുത്ത് നിന്ന് 5 lakh കാർ വാങ്ങി, എന്ത് ചെയ്തു? 4 lakh പേ ചെയ്തു. 10th November ഈ ട്രാൻസാക്ഷൻ നടന്നത്. അടുത്ത 10th November 2023 ആകുമ്പോഴത്തേക്ക് പേ ചെയ്യാന്ന് പറഞ്ഞു. December 23 ആയിട്ടും ആള് പേ ചെയ്തിട്ടില്ല. 5th January എന്ത് ചെയ്തു? ആളുടെ ഇൻവിറ്റേഷൻ കിട്ടി, വെഡിങ് ഇൻവിറ്റേഷൻ, റോഹന്റെ വെഡിങ് ഇൻവിറ്റേഷൻ കിട്ടി. പക്ഷെ റാം പോയിട്ടില്ല. പകരം എന്ത് ചെയ്തു? റാം റോഹന് 51,000 rupees ഒരു ചെക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു. പക്ഷെ റോഹൻ എന്ത് ചെയ്തു? ബാങ്കിൽ പോയാലും ചെക്ക് ബാങ്ക് പറഞ്ഞു, മോനെ ഇതിനകത്ത് പൈസ ഇല്ല. മീൻസ് ഈ 51,000 എടുക്കാൻ പറ്റില്ല, അക്കൗണ്ടിൽ പൈസ ഇല്ല. അപ്പൊ റോഹൻ എന്തൊക്കെ എഴുതി? സെക്ഷൻ 138 പ്രകാരം ഇതൊരു ക്രൈമാണ് എന്ന് റോഹൻ പറഞ്ഞു.
കരുതി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ റാമിന്, അതായത് ആരാണ് ചെക്ക് കൊടുത്ത ആള് ലയബിൾ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, സെക്ഷൻ 138 പ്രകാരം ഇത് തെറ്റാണ് എന്ന് പറഞ്ഞതിൽ രാഹുലിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 138 എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെ ആൻസർ ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞു തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6 A പാർട്ടാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് 2 സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസർ ചെയ്യാം. ഓക്കെ, എപ്പോഴൊന്നും ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, മാർജിൻ ക്വസ്റ്റ്യൻ നമ്പർ 6 A. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് സെക്ഷൻ 138 ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സെക്ഷൻ 138 നിന്നാണ് നമ്മൾ എഴുതിയിരിക്കണം. എന്താ സെക്ഷൻ 138 പ്രകാരം പറയണേ? പ്രൊവിഷൻ ഹെഡിങ് കൊടുത്തു. According to section 138 of Negotiable Instrument Act 1881, where a check is drawn by a person on account maintained by him with the bank for അപ്പം എന്ത് ചെയ്തു, സെക്ഷൻ 138 പ്രകാരം, സെക്ഷൻ 138 പ്രകാരം where a check is drawn by a person on account of maintained by him with the bank for എന്തൊക്കെ കാര്യങ്ങൾ വിഡ്രോ ചെയ്യണം? For payment of any amount. ഒന്നിക്കാൻ തരണം എന്നെങ്കിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചെക്ക് വിഡ്രോ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. സെക്കൻഡ് എന്താണ്? For any person from that account, അതായത് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി പേ ചെയ്താൽ. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പേയ്മെന്റ് ഓഫ് എനി എമൗണ്ട്, ഒരു എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി ചെക്ക് കൊടുക്കുക. രണ്ടെന്താണ്? ഫോർ എനി പേഴ്സൺ, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കുക, മീൻസ് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി ചെക്ക് വിഡ്രോ ചെയ്യുക. തേർഡ് കണ്ടീഷൻ എന്താ പറയുക? ഫോർ ഡിസ്ചാർജ് ഓഫ് എനി ഡെപ്റ്റ് പാർട്ടി ഓർ ഫുള്ളി. ഓക്കെ, അപ്പൊ അതായത് ഒന്നിക്കൽ എന്ത് ചെയ്യുക, നമ്മൾ പേയ്മെന്റ് ചെക്ക് വിഡ്രോ ചെയ്യണം. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ആൾക്ക് ഒരു പേയ്മെന്റ്, ഒരു എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി, സെക്കൻഡ് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി. തേർഡ് എന്താണ്? ഏതെങ്കിലും ഒരു ഡെപ്റ്റ് ഓർ ലയബിലിറ്റി, ഒരു ഡെപ്റ്റോ ലയബിലിറ്റിയോ സെറ്റിൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ചെക്ക് വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമാണ് മെയിൻലി പറയുന്നത്. പക്ഷെ ഈ ചെക്ക്, ഈ സെക്ഷൻ 138 എന്താ പറയുന്നത്? ചെക്ക് വിഡ്രോ ചെയ്തത് ഡിസോണർ ആയാലുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ നമ്മൾ അതും കൂടി അറിയാം. എന്താണ്? ഈസ് returned by the bank unpaid either because of amount of insufficient fund in the account or that exceeds amount arranged. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് സെക്ഷൻ 138 പ്രകാരം ക്വസ്റ്റ്യൻ എന്താ പറയണേ? നമ്മൾ ചെക്ക് വിഡ്രോ ചെയ്തു എന്തിനൊക്കെ ആവശ്യത്തിന് വേണ്ടി? ഒന്ന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി, ഒരു കാര്യം പർച്ചേസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. സെക്കൻഡ് എന്താ പറയുന്നത്? അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെക്ക് വിഡ്രോ. തേർഡ് ചെയ്യുന്ന ഒരു ഡെപ്റ്റോ ഒരു ലയബിലിറ്റിയോ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചെക്ക് വിഡ്രോ ചെയ്യുക. പക്ഷേ ഈ 3 കാര്യങ്ങൾ ചെക്ക് ഡ്രോ ചെയ്തു, പക്ഷെ ആ ചെക്ക് റിട്ടേൺ വന്നു. എന്തൊക്കെ കാര്യത്താലും, ഒന്ന് ഇൻസഫിഷ്യൻ ഫണ്ട് കൊണ്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന നമ്മൾ എത്രയാണോ arranged to be paid, paid from ഓക്കെ. അപ്പൊ ചെക്ക് വിഡ്രോ ചെയ്തു, പക്ഷെ അത് അൺപെയ്ഡ് റിട്ടേൺ വന്നു. എന്തോ കാര്യങ്ങൾ നടത്താല്
ഒന്ന് ചെക്ക് ബാങ്ക് പറഞ്ഞ ഈ ചെക്ക് അക്കൗണ്ടിൽ ഇൻസഫിഷ്യന്റ് ഫണ്ടാണ്. സെക്കൻഡ് എന്താണ്, നമ്മൾ ബാങ്കുമായിട്ട് പറഞ്ഞ എഗ്രിമെന്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ചെക്കിൽ കാണിച്ചത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ ചെക്ക് എന്ത് ചെയ്തു 1 lakhന് ആ ചെക്ക് വിഡ്രോ ചെയ്ത് ആയിരിക്കും എക്സാമ്പിൾ. അപ്പൊ ഞാൻ ബാങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ചെക്ക് 50,000 ഒരു ചെക്ക് വരും, അത് സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എഴുതി കൊടുത്തത് എത്രയാണ് 1 lakh. ഞാൻ ബാങ്കിൽ വിളിച്ചു പറഞ്ഞ എത്രയാണ് 50,000. അപ്പൊ എന്ത് ചെയ്യുന്ന ബാങ്കിൽ എത്രയാണോ വിളിച്ചു പറഞ്ഞത് ആ എമൗണ്ടിനെക്കാട്ടിലും എക്സീഡ് ആയി ലിമിറ്റ്. ഈ രണ്ട് കാരണത്താൽ ചെക്ക് വിഡ്രോ ആയാൽ എന്താണ് സെക്ഷൻ 130 പ്രകാരം പറയുന്നത്? Such person shall be punishable as he had committed an offense under the act, and the punishment shall be imprisonment for a term which may exceed 2 years, or with a fine which may extend to twice the amount of check, or both. ഓക്കെ, അപ്പൊ ചെക്ക് ഇതാണ് നമ്മുടെ മെയിൻ പ്രൊവിഷൻ പറയണേ. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊവിഷൻ പറയുന്നത്? സെക്ഷൻ 130 പ്രകാരം വീണ്ടും വീണ്ടും പറയുന്നത് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് കട്ടായിട്ട് ഓരോരോ കട്ട് പറഞ്ഞു നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. ഓക്കെ, 130 പ്രകാരം ചെക്ക് വിഡ്രോ ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും? ഒന്നുകിൽ പേയ്മെന്റ് ഓഫ് എനി എമൗണ്ട്, അല്ലെങ്കിൽ എനി പേഴ്സൺ ഫ്രം ദാറ്റ് അക്കൗണ്ട് ഫോർ എനി പേഴ്സൺ, അതായത് വേറൊരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഫോർ ഡിസ്ചാർജ് ഓഫ് എനി ഡെപ്റ്റ് ഓർ ലയബിലിറ്റി. അപ്പൊ എന്താണ് റിട്ടേൺ ചെക്ക് വിഡ്രോ ചെയ്യുന്നത് ഡെപ്റ്റോ അല്ലെങ്കിൽ ഒരു കാർഡോ ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസ് റിട്ടേൺഡ് ബൈ ദ ബാങ്ക് അൺപെയ്ഡ്. ബാങ്കിൽ എന്ത് ചെയ്യുന്ന റിട്ടേൺ ചെയ്തു എന്തൊക്കെ കാരണത്താൽ? അതായത് ബിക്കോസ് ഓഫ് ഇൻസഫിഷ്യൻ ഫണ്ട് ഇൻ ദ അക്കൗണ്ട്. എന്താണ് അക്കൗണ്ടിൽ പൈസ ഇല്ല. സെക്കൻഡ് എന്താണ് ദാറ്റ് ഇറ്റ് എക്സീഡ് ദ എമൗണ്ട് അറേഞ്ച് ടു ബി പെയ്ഡ് ഫ്രം ആൻ അക്കൗണ്ട് ബൈ ആൻ അഗ്രിമെന്റ് വിത്ത് ബാങ്ക്. അതായത് ബാങ്കിൽ എത്രയാണോ വിളിച്ച് പറഞ്ഞ എമൗണ്ട് അതിനേക്കാളും എക്സീഡ് ആയി. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു 1 lakh ചെക്ക് കൊടുത്തതിൽ എഴുതി കൊടുത്തു. പക്ഷെ ഞാൻ ബാങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ അക്കൗണ്ട് ഒരു വ്യക്തി വരും എൻ്റെ ചെക്കിൽ 50,000 റുപ്പീസിന്റെ ചെക്കായിരിക്കും കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ ഞാൻ ബാങ്കിനോട് പറഞ്ഞത് എത്ര 50,000, ഞാൻ ചെക്ക് എഴുതി കൊടുത്തത് എത്ര 1 lakh. അപ്പൊ എന്താണ് പറഞ്ഞ അഗ്രിമെന്റ് ബാങ്കുമായിട്ട് അഗ്രിമെന്റ് വെച്ചതിനെക്കാട്ടി കൂടുതലാണ് ഈ എമൗണ്ട്. അപ്പൊ ഈ രണ്ട് കാരണത്താൽ എന്ത് ചെയ്യുന്ന ചെക്ക് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാവുക? സച്ച് പേഴ്സൺ ഷാൾ ബി പണിഷബിൾ ആസ് ഹി ഹാഡ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. ആള് തെറ്റ് ചെയ്തു, അപ്പൊ ആൾക്ക് പണിഷബിൾ ആണ്. അണ്ടർ ആൻഡ് ദ പണിഷ്മെന്റ് ഷാൾ ബി, എന്തൊക്കെയാണ് പണിഷ്മെന്റ് ഉണ്ടാവുക? ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സീഡ് അപ് ടു 2 years, 2 കൊല്ലം വരെ എന്ത് ചെയ്യാം ആൾക്ക് ജയിൽവാസം ഉണ്ടാകാം. ഓർ വിത്ത് എ ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ട്വൈസ് ദ എമൗണ്ട് ഓഫ് എ ചെക്ക്. എന്ത് ചെയ്യാം എത്രയാണോ ചെക്ക് എഴുതി കൊടുത്ത് അതിന്റെ ഇരട്ടി എമൗണ്ട് ഫൈൻ അടക്കേണ്ടി വരും. ഓർ ബോത്ത്, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എന്ത് വരുന്നത് പ്രൊവിഷൻ വരുന്നത്. കഴിഞ്ഞോ? ഇല്ല. ഹൗഎവർ പക്ഷേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ബട്ട് അല്ലെങ്കിൽ ഹൗഎവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തില്ല, ഈ മേലിൽ പറഞ്ഞ പ്രൊവിഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ എന്തായിരിക്കും ഹൗഎവറിൽ പറയുന്നത് ഉണ്ടാവുക? ചെക്ക് given as gift or
പക്ഷേ ഈ മേലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബട്ട് പറയാണ് ചെന്നു എ ചെക്ക് ഗിവൺ ആസ് എ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡൊണേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ കൺസിഡറേഷൻ രീതിയിലൊരു ചെക്ക് ഡ്രോ ചെയ്താൽ അത് അൺപെയ്ഡ് ആയി കഴിഞ്ഞാൽ അതെന്തില്ല ഈ സെക്ഷൻ 138 ആയിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് സെക്ഷൻ പറയുന്നത്. അപ്പൊ എന്താണ്, ഗിഫ്റ്റ് കൊടുത്താലോ ഡൊണേഷൻ കൊടുത്ത് സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെക്ക് വിഡ്രോ ചെയ്താലോ എന്തില്ല, അത് അൺപെയ്ഡ് ആയാൽ എന്തില്ല, സെക്ഷൻ 138 ഇവിടെ ബാധിക്കത്തില്ല. ഓക്കെ, ഇത്രയും കാര്യമാണ് പ്രൊവിഷന്റെ മെയിൻ വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് കൊടുക്കാം. അനാലിസിസ് എന്തായാലും ക്വസ്റ്റിന് സമ്മറി ആയിരിക്കണം. ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് 10th November 23, Ram was unable to pay the amount of rupees 1 lakh to Rohan, but on the wedding of Rohan, he sent a check of rupees 51,000 as a gift, which was returned unpaid by the bank because of inception fund. ഓക്കെ, എന്ത് ചെയ്തു, ഗിഫ്റ്റ് കൊടുത്തു, 15,000 ഗിഫ്റ്റ് കൊടുത്തു, ബാങ്കിൽ പോയാലും എന്തില്ല റിട്ടേൺ വന്നു, ഇൻസെപ്ഷൻ ഫണ്ട് ആയതുകൊണ്ട് ചെക്ക് തിരിച്ചു വന്നു. ഓക്കെ, ഇത്രയാണ് അനാലിസിസ് വരുന്നത്. എന്താണ് കൺക്ലൂഷൻ വരാണ്. കൺക്ലൂഷനിൽ എന്തുണ്ട്, 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, 2 സബ് ക്വസ്റ്റ്യൻ. അപ്പൊ 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കൺക്ലൂഷൻ എഴുതാം. Hence, as per above section, ഫസ്റ്റ് കണ്ടോ, എഴുതിയിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ സബ് ക്വസ്റ്റ്യൻ നമ്പർ എന്റെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 മാർജിന്റെ അകത്തും പുറത്തുമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ ചോദിച്ചിരിക്കുന്നത്, വെദർ റാം വുഡ് ബി ഹെൽഡ് ലയബിൾ, റാം ലയബിൾ ആവോ, റാം ഈസ് not liable for the dishonor of check. റാം ലയബിൾ ആവില്ല. എന്തുകൊണ്ട് ലയബിൾ ആവില്ല, ഇതെന്താ പറഞ്ഞ, സെക്ഷൻ 138 പ്രകാരം ഒഫൻസ് ആണ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ റാം 138 പ്രകാരം ലയബിൾ ആകുമോ, അതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ റാം തീരെ ലയബിൾ ആവില്ല എന്നല്ല, 138 പ്രകാരം ലയബിൾ ആവില്ല. എന്തുകൊണ്ടാണ്, ഓഫ് ചെക്ക് as is sent the check of 51,000 as a gift which does not fall under this section. അതുകൊണ്ട് തന്നെ എന്തില്ല, hence as per the above section, ram is not liable for the dishonor of check as he sent check of as a gift which does not fall under this section. സെക്ഷൻ 130, അതായത് ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 138 പ്രകാരം നോക്കുകയാണെങ്കിൽ എന്തില്ല, റാം ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് 51,000 ഡിസോണർ ആയതുകൊണ്ട് റാം എന്തില്ല, ലയബിൾ ആവില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, 138 പ്രകാരം ഒഫൻസ് ആണ് എന്ന് പറഞ്ഞത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ. എന്താണ്, റോഹൻ വാസ് നോട്ട് ജസ്റ്റിഫൈഡ് ഇൻ considering dishonor of check an offense under section 138 of Negotiable Instrument Act
1881 as the gift is outside the purview of this section. അപ്പോൾ സെക്ഷൻ 138 പ്രകാരം ക്രൈം ജസ്റ്റ് ഒഫൻസ് ആണ് എന്ന് പറയുന്നത് റോഹൻ എന്ത് ചെയ്യില്ല, ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സെക്ഷൻ എന്താണ് 138 ഈ ഗിഫ്റ്റ് എന്നുള്ള സംഭവം എന്തില്ല, സെക്ഷൻ 138 വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ എന്താണ് നോക്കുകയാണെങ്കിൽ പ്രൊവിഷൻ എന്ത് ചെയ്യുന്ന 3 മാർക്സ് വരും, കാരണം കുറച്ച് കാര്യങ്ങളുണ്ട്. കൺക്ലൂഷൻ എന്ത് ചെയ്യുന്ന 3 മാർക്സ്, അനാലിസിസിന് 1 മാർക്ക്. എങ്ങനെയാണ് നമ്മുടെ 7 മാർക്സ് വന്നിരിക്കുക. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, സജസ്റ്റഡ് ആൻസർ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ സജസ്റ്റഡ് ആൻസർ ചെയ്യുന്നത്. നോക്കാലോ എന്താ പറയുന്നത്. Section 138 and question instrument. Where any check drawn by a person on an account maintained by him with the banker for amount of money to another person for discharge of in whole or any debt or other liability. A check given as a gift or donation as a discharge mere obligation or illegal would be outside the purview of this section. Is returned by the bank either because of amount of money standing in credit of that account is insufficient to honor the check, that it exceed the amount arranged by the paid from that account, agreement made with the bank. അപ്പോൾ എന്താണ് 130 പ്രകാരം എന്താണ് ചെക്ക് വിഡ്രോ ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒന്നൊക്കെ ഒരു പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ലയബിലിറ്റിയോ ഡെപ്റ്റോ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെക്ക് വിഡ്രോ ചെയ്താൽ, പക്ഷെ എന്ത് പറയുന്നു, എ ചെക്ക് ഗിവൺ ആസ് എ ഗിഫ്റ്റ്, ഡൊണേഷൻ, സെക്യൂരിറ്റി ഓർ ഒബ്ലിഗേഷൻ ഓർ ലീഗൽ കൺസിഡറേഷൻ എന്തില്ല, ഔട്ട്സൈഡ് ദ പെർവ്യൂ ആണ്, ഇതിൽ വരില്ല. നമ്മളെന്ത് ഇവിടെ റെഡ് മാർക്കായിട്ട് എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇതല്ലേ, ഇതാണ് ഇവരിവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് പ്രൊവിഷൻ ഇതുവരെ കറക്റ്റാണ്. ഈ റിട്ടേൺ അൺപെയ്ഡ്, ബാങ്ക് അൺപെയ്ഡ് കാണിച്ചു. എന്ത് കാരണത്താൽ, ഒന്നെന്താണ് ഇൻസഫിഷ്യൻ ഫണ്ട് ആയതുകൊണ്ട്, രണ്ടാണ് ബാങ്കിൽ പറഞ്ഞ അഗ്രിമെന്റ് പ്രകാരം കാണും എമൗണ്ട് കൂടുതലാണ്. ഓക്കെ, such person shall be deemed to have committed an offense. എന്താണ് ആള് ഒഫൻസ് ചെയ്ത പോയാൽ and shall punishable with imprisonment of 2 years or with a fine which may extend to twice the amount of check or both. എന്താണ് ഈ കാരണത്താൽ എന്താണ് ചെക്ക് വിഡ്രോ ചെയ്ത് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ആള് പണിഷ്മെന്റ് ആണ്. ആ കാരണം ചെക്ക് ഡ്രോ ചെയ്ത ആൾക്ക് എന്താണ് പണിഷബിൾ ആണ്. എന്തൊക്കെ കാരണത്താൽ, ഒന്നെന്താണ് 2 വർഷം വരെ ജയിൽ വാസം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ചെക്ക് എത്രയാണോ എഴുതി കൊടുത്തത് അതിന്റെ ഡബിൾ എമൗണ്ട് ആൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന എന്തായിരിക്കും ഈ രണ്ടും കൂടിയായിരിക്കും വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒഫൻസിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ എന്ത് ചെയ്യുന്ന അനാലിസിസ് കൊടുക്കുന്ന മീൻസ് അനാലിസിസ് കണക്ട് ആയിട്ടുള്ള കൺക്ലൂഷൻ കൊടുക്കുന്നതാണ്. ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ റോഹൻ റിസീവ്ഡ് എ ചെക്ക് ഫ്രം റാം ഫോർ 51,000 ആസ് എ ഗിഫ്റ്റ് ഫോർ ഹിസ് മാരേജ്. എന്ത് ചെയ്തു, ഗിഫ്റ്റ് കൊടുത്തു. ഓക്കെ, ഇൻ ടേം സെക്ഷൻ 138 ചെക്ക് ഗിവൺ ആസ് എ ഗിഫ്റ്റ് ഡസ് നോട്ട് ഫോളോ വിത്ത് സെക്ഷൻ 1 ദിസ് സെക്ഷൻ. അപ്പോൾ എന്താണ് ഈ ഗിഫ്റ്റ് എന്നുള്ളത് എന്തില്ല, സെക്ഷൻ 138 വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഹാൻസ് റാം വുഡ് നോട്ട് ബി ഹെൽഡ് ലയബിൾ ഫോർ ഡിസോണർ ഓഫ് ചെക്ക്. അതുകൊണ്ട് തന്നെ ഈ റാം എന്തില്ല, ഡിസോണർ ഓഫ് ചെക്കിന് ലയബിൾ ആവില്ല. എന്തുകൊണ്ട്, സെക്ഷൻ 138 സെക്ഷൻ നോക്കുകയാണെങ്കിൽ. ഓക്കെ, പക്ഷെ ബാക്കി എന്തെങ്കിലും സെക്ഷൻ 138 ഇല്ലാണ്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രൈം ആക്കി നോക്കാം. ഓക്കെ, പക്ഷെ 138 എന്തില്ല, ഓഫൻസ് അല്ല. സെക്കൻഡ് വൺ എന്താ പറയുന്നത്, സെക്ഷൻ പ്രൊവൈഡ് മെമ്പേഴ്സ് ഓഫ് ലീഗൽ എൻഫോഴ്സിബിൾ ഡെപ്റ്റ് check 51,000 was issued in the nature of gift and not as a part of payment of the balance amount of car. ഈ ചെക്ക് ഈ 51,000 എന്ന സാധനം എന്താണ് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുത്തത്, അല്ലാണ്ട് ബാലൻസ് കാറിന്റെ ബാക്കി എമൗണ്ട് ആ 1 lakh അല്ല ഡെപ്റ്റ് ഉള്ളത്, അതിന്റെ ബാലൻസ് അതിന്റെ ഒരു ഫണ്ടായിട്ടല്ല കൊടുത്തത്, പകരം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ റോഹൻ വാസ് നോട്ട് ജസ്റ്റിഫൈഡ് ഇൻ കൺസെന്റ് ഡിസോണർ ഓഫ് ചെക്ക് ആൻഡ് ഒഫൻസ് അണ്ടർ 130 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് തന്നെ എന്തില്ല, ഈ സെക്ഷൻ 138 പ്രകാരം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് എന്നത് വരെ സെക്ഷൻ വരാത്തത് കൊണ്ട് തന്നെ ഈ റോഹന്റെ ഭാഗം, അതായത് 138 പ്രകാരം ഒഫൻസ് ആണ് എന്ന് പറയാൻ റോഹൻ ഒരു അർഹതയും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യം നമ്മുടെ ആൻസർ വരുന്നത് ഇതൊക്കെ എന്താണ് നമ്മുടെ സജസ്റ്റഡ് ആൻസറുമായിട്ട് മാച്ച് ആണ്, ഒരു കുഴപ്പമില്ല, 7 മാർക്സ് ആകും. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമില്ല. ക്ലിയർ അല്ലെങ്കിൽ എന്താണ് കമന്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ സെഷൻ വരുന്നത്. അപ്പൊ എന്താണ് ഇതോടുകൂടി നമ്മുടെ എന്താണ് വർക്കൗട്ട് ബാച്ച്, നമ്മുടെ വർക്ക്ഷോപ്പ്, സോറി വർക്കൗട്ട് അല്ല, നമ്മുടെ ലോന്റെ വർക്ക്ഷോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പം നമ്മുടെ ഭാഗം ഞങ്ങൾ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ലോന്റെ
ചാപ്റ്റർ നമ്പർ ഫുൾ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാവിധ പോർഷൻസും എല്ലാവിധ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗം എന്നുള്ളത് എന്താണ്, റിവൈസ് ചെയ്യുക എന്നാണ്. നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യുക എന്നാണ്. ഓക്കെ, അല്ലാതെ സ്റ്റഡി എന്നുള്ള ഈ സ്റ്റഡി പർപ്പസ് എന്നുള്ള സാധനത്തിൽ ഈ ലീവിനെ നിങ്ങൾ കാണരുത്. ഓക്കെ, ഇപ്പൊ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, പഠിക്കുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്, അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം എഴുതി പഠിക്കുക. ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. വായിച്ച് പഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ എക്സാംസ് നമ്മൾ ഓറലി അല്ല, റിട്ടേൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വേണ്ടി പാസ്സാകുക. എല്ലാവർക്കും എന്ത് ചെയ്യുന്ന പറ്റും, പാസ്സാകാൻ വേണ്ടി പറ്റും. വലിയ ഡിഫിക്കൽട്ടായിട്ട് കരുതണ്ട. അയ്യോ പഠിക്കാൻ പറ്റും എന്നുള്ള വെറുതെ അൺനെസറി തോട്ട്സ് എന്ത് ചെയ്യുക, മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക. മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കുക, പഠിക്കുക. ഓക്കെ, സോ എല്ലാ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ സെപ്റ്റംബർ 16 നല്ല രീതിയിൽ എക്സാം എഴുതുക, നല്ല രീതിയിൽ പഠിക്കുക. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാര്യം പറയുക, എന്താണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സാം നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം വരുന്നത്, സെപ്റ്റംബർ 16 എക്സാം വരുന്നത്. എന്ത് ചെയ്യാം, ഒരു ടിപ്പ് മാക്സിമം എന്ത് ചെയ്യാം, സെപ്റ്റംബർ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 13, 14, 15 ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻലി അക്കൗണ്ട്സ് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളുടെ ഫസ്റ്റ് എക്സാം അക്കൗണ്ടൻസി അല്ലേ. അപ്പോൾ ഈ 3 ദിവസം നിങ്ങൾ അക്കൗണ്ടൻസി മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളെല്ലാം മാക്സിമം കോഴ്സസ് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് എക്സാമിന് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റിയോ, നിങ്ങൾക്ക് നിങ്ങൾ എൻകറേജ് ആവും. മീൻസ് എന്ന് പറഞ്ഞാൽ സമാധാനം, നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റി, ഇനി നമുക്ക് സമാധാനത്തിൽ ലോ പഠിക്കാം, നല്ല രീതിയിൽ ലോ എഴുതാം. ഓക്കെ, അപ്പോൾ പക്ഷേ അക്കൗണ്ട്സ് തന്നെ എക്സാം നല്ലോണം വിചാരിച്ചത്ര എഴുതാണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തില്ല, ലോ എഴുതാൻ ഒരു മൂഡ് ഉണ്ടാകത്തില്ല. അയ്യോ എന്നുള്ള ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യാം, ഈ 3 ദിവസങ്ങളിൽ അക്കൗണ്ട്സ് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് നമുക്ക് എന്താ നല്ല രീതിയിൽ പഠിക്കാൻ, നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ബിക്കോസ് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ റിവൈസ് ചെയ്ത് പോയാൽ മെയിൻ എക്സാം കഴിയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, സോ അഗൈൻ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദ എക്സാം. എല്ലാവരും പാസ്സാകും, ഓവർ ടെൻഷൻ വേണ്ട. ഓക്കെ, so this is Jasir signing out. Tata, bye bye.